മുംബൈയിൽ കൂറ്റൻ പരസ്യ ബോർഡ് തകർന്നുണ്ടായ അപകടത്തിന് കാരണം വൻ അനാസ്ഥയെന്ന് ഞങ്ങളുടെ മുംബൈ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ദുർബലമായ തറയിലാണ് കൂറ്റൻ ബോർഡ് സ്ഥാപിച്ചത്. 4 അടിയിൽ താഴെയാണ് തറയുടെ ആഴമുണ്ടായിരുന്നത്. ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നു മുംബൈയിൽ നിന്ന്. ശ്രീനാഥ് ചന്ദ്രൻ, യഥാർത്ഥത്തിൽ അനുവാദമില്ലാതെ സ്ഥാപിച്ചു, സുരക്ഷിതമായി സ്ഥാപിച്ചതുമില്ല. എന്താണ് വിവരങ്ങൾ? എസ് കെ, ഈ 14 പേരുടെ ജീവൻ എടുത്തത് അത് കടുത്ത അനാസ്ഥ മൂലമാണെന്ന് വളരെ വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഞാൻ ഈ കൂറ്റൻ ബോർഡ് സ്ഥാപിച്ചതിന്റെ തൊട്ടടുത്താണുള്ളത്. ഇവിടെയാണ് നോക്കൂ, ഈ കോൺക്രീറ്റിന്റെ ഒരു ആഴം നോക്കൂ. വെറും 2 or 3 പരമാവധി 3 അടി മാത്രമാണ് ഒരു താഴ്ച ഏറ്റവും കൂടുതൽ ഇതിനുണ്ടാവുക. അത്രയും താഴ്ചയിൽ മാത്രമാണ് ഈ കോൺക്രീറ്റ് ഇത്രയും വലിയൊരു ഇരുമ്പ് സ്ട്രക്ചർ ഉറപ്പിച്ച് നിർത്തിയതെന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാം എത്ര ദുർബലമായാണ് ഇത്രയും വലിയ ഒരു സ്ട്രക്ചർ ഉറപ്പിച്ച് നിർത്തിയതെന്ന്. ഇവിടുത്തെ സ്ഥലത്തെക്കുറിച്ച് മലയാളികൾ, നാട്ടുകാർ കൂടിയുണ്ട്. നിങ്ങൾ ഈ കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന അല്ലേ? അതെ. ഇതെങ്ങനെ ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നു? ഇത് കണ്ടെന്ന് വെച്ചാൽ 2 ഫീറ്റേ ഉള്ളൂ. ഇതിൽ കുറഞ്ഞത് 10 വേണം. ആക്ച്വലി പറഞ്ഞാൽ 15 ഫുട്ട് വേണ്ടതാണ് അടിയിൽ. എങ്കിൽ അതിൽ ഇത്രയും 150 ഫുട്ട് ഉള്ള ലംബ ഇതുള്ളതിന് ഉയരമുള്ളതിന് ഇതിൽ കുറഞ്ഞത് 15 ഫുട്ടാണ്. എങ്കിൽ കുറഞ്ഞത് 8 ഫുട്ടെങ്കിലും ഉണ്ടാക്കണമായിരുന്നു. പക്ഷെ അത് ചെയ്തിട്ടില്ല. 2 ഫുട്ടോ അത് ഏറ്റവും തെറ്റായ ഇത് പെട്രോൾ പമ്പുകാർ ചെയ്തത് തെറ്റാണ്. എത്ര കിലോ ഉണ്ടാവും ഇത് ഇരുമ്പ് നിങ്ങൾക്ക് ഏതാണ്ട് കണ്ടിട്ട്? ഇത് കുറഞ്ഞത് ഒരു 1000 മേലെ കാണും. ഉണ്ട് അത്രയും വരുമ്പുണ്ട്. അതുമല്ല ഇതിന് സൈഡിൽ ഇതിനുള്ള ഒരു കാറ്റ് പോകാനുള്ള അത് തുറ ഇടാനായിരുന്നു. അതും ഇട്ടിട്ടില്ല. നോക്കി അതേമാതിരി സാമാന ഓപ്പോസിറ്റിലുണ്ട്. അതിലും ഇതിനോട് സമീപത്ത് തന്നെ ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ 3 ബോർഡുകൾ ഇതേപോലെ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. ആ ബോർഡുകൾ കണ്ടാൽ അറിയാം, അതിലൊന്നും തന്നെ ഇതുപോലെ കാറ്റ് പിടിച്ചു കഴിഞ്ഞാൽ അത് ഒഴിഞ്ഞു പോകാനുള്ള ഒരു ദ്വാരമോ ഒന്നും തന്നെ ഇട്ടിട്ടില്ല. സാധാരണ വലിയ ബോർഡുകൾ സ്ഥാപിക്കുമ്പോൾ ഇത്തരത്തിൽ നിർദ്ദേശങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലും ഇവിടെ ഉണ്ടായിട്ടില്ല. അതിലുണ്ടായിരുന്നെങ്കിൽ അതും ഫൗണ്ടേഷനൊക്കെ നല്ല ഉറപ്പുണ്ടോ? അല്ലെ ഇതുപോലെയാണോ? ഇതുമാതിരി തന്നെ അതും ഇതുമാതിരി തന്നെ. അത് ഏത് മാറ്റമല്ല. അതും നല്ല വന്നാൽ അതും വീഴാൻ സാധ്യത ഉണ്ട് ഇനിയൊരു കാറ്റ് വരികയാണെങ്കിൽ. ഏതായാലും അദ്ദേഹം സൂചിപ്പിച്ച പോലെ ഇതിന്റെ ഫൗണ്ടേഷൻ ഒട്ടും ഉറപ്പില്ലാതെ നിർമ്മിച്ചു. അനുമതി പോലും ഉണ്ടായിരുന്നില്ല ഇത് സ്ഥാപിക്കാൻ വേണ്ടി. കാരണം മുംബൈ കോർപ്പറേഷൻ ഇത്രയും വലിയ ബോർഡുകൾ സ്ഥാപിക്കാൻ അനുമതി നൽകാറില്ല. അവർ അനുമതി നൽകുന്നതിലും എത്രയോ വലിയ ഒരു ബോർഡാണ്. അതുകൊണ്ടാണ് ഇത്ര വലിയ ഇരുമ്പ് സ്ട്രക്ചർ വാഹനങ്ങൾക്ക് മേൽ പതിഞ്ഞു വാഹനങ്ങളാകെ ചതഞ്ഞരഞ്ഞു പോയ അവസ്ഥയിലാണ് ഇവിടെ നിൽക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. നിരവധി വാഹനങ്ങളാണ് ഈ വിധം നശിച്ചു പോയത്. 14 പേരുടെ ജീവനും നഷ്ടമായി. ഒരുപക്ഷെ ഇനിയും ആളുകൾ ഉണ്ടായേക്കാം എന്ന നിഗമനത്തിൽ ഇപ്പോഴും തെരച്ചിൽ തുടരുന്നു. വലിയ ക്രെയിനുകൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ ഈ സ്ട്രക്ചർ മാറ്റുന്ന ജോലികളൊക്കെ തന്നെ നടക്കുന്നത്. ചന്ദ്രൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.